നമ്മുടെ കയ്യിൽ ഈ നിമിഷം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ എന്ത് എന്നത് ചോദ്യം ഒരു വലിയ ചോദ്യം തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് പലവരും വീടിനകത്ത് കിടക്കുന്ന അനവധിയായ മനുഷ്യരുണ്ട്. ചെറിയ മനുഷ്യരല്ല, അനവധിയായ മനുഷ്യർ നമ്മുടെ വീടിന്റെ 4 ചുമരുകൾക്കകത്ത് കിടക്കുന്നവരുണ്ട്. പുറം ലോകം എന്തെന്നറിയാതെ, പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാത്ത അനവധിയായ മനുഷ്യർ. അത് രോഗത്തിന്റെ ഭാഗമാകാം, ക്യാൻസറും കിഡ്നിയും ലിവറും ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ഭാഗമായി കിടക്കുന്നവരാകാം. മരത്തിൽ നിന്ന് വീണിട്ട് പരസഹായമില്ലാതെ ഒന്ന് തിരിയാൻ പോലും കഴിയാത്ത അനവധിയായ മനുഷ്യർ വീടിനകത്ത് കിടക്കുന്നവരുണ്ട്. അവിടെയെല്ലാം നമ്മളാരും പ്രതീക്ഷിച്ചവരല്ല. അവർക്കെല്ലാം സംഭവിക്കുമ്പോൾ നാളെ നമുക്ക് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അവിടെയാണ് ഇതുപോലെ രോഗി ബന്ധു സംഗമം നടത്തുമ്പോൾ നമ്മളും നാളെ ഇങ്ങനെ ആകും എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. നാളെ നമ്മളും ഇങ്ങനെ ആകാം. അവിടെയാണ് ഈ ഡേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന രീതിയിൽ കേരളത്തിൽ നടത്തുന്നത് ഈ രോഗികളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ധനശേഖരണാർത്ഥം കൂടിയാണ്. അവരുടെ അവകാശമാണ് അവരുടെ ചികിത്സ. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തവണ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, രോഗികളുടെ സംതൃപ്തപരമായ ചികിത്സ എന്നത് ഏതൊരു രോഗിയുടെയും അവകാശമാണ് എന്നാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്യം. അപ്പോൾ ഗവൺമെന്റ് ഈ കാര്യത്തിനകത്ത് ഈ വർഷം ഞങ്ങളിപ്പോ പ്രൊജക്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം. അതിൽ 3 പദ്ധതികളാണ് ഗവൺമെന്റ് ഈ വർഷം എടുക്കാൻ പാടുള്ളൂ എന്ന് ഏറ്റവും മുൻഗണന കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള പദ്ധതി 3 പദ്ധതിയാണ്. അതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നമ്മളെ കാണുകയുണ്ടായി. ഇത് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രൊജക്ടുകൾക്ക് മുൻഗണന കൊടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ, പുതിയ വേറെ പ്രൊജക്ട് എടുക്കണ്ട. അതിൽ ഒന്നാമത്തെ പ്രൊജക്ട് പാലിയേറ്റീവ് രംഗമാണ്. പാലിയേറ്റീവ് രംഗത്ത് കിടക്കുന്ന രോഗികളെ അവർക്ക് കവചം തീർക്കാൻ കഴിയുന്ന പ്രൊജക്ടുകൾ തയ്യാറാക്കാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം തയ്യാറാകണം. ഈയോട് വർത്താനം പറയാൻ ചെല്ലുമ്പോൾ നമ്മൾ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ, നമുക്ക് ബസ്സാണ് പ്രശ്നം, അല്ലാണ്ട് രോഗിയെ കാണാനല്ല. അപ്പൊ എല്ലാവരും ചിന്ത അതാണ്. പക്ഷെ നമ്മൾ രോഗിയുടെ പോകുമ്പോ ഒരു കാരണവശാലും അവരെ കേൾക്കാൻ ശ്രമിക്കണം. അങ്ങോട്ട് നമ്മുടെ മുഴുവൻ പെയ്യാൻ നിൽക്കരുത്. നാളുകളിൽ നമ്മൾ ഒരു രോഗിയെ കാണാൻ പോയാൽ ആ രോഗിയെ ചേർത്ത് പിടിക്കാൻ, അവൻ കിടക്കുന്നിടത്തൊന്ന് കയറി ഇരുന്നു കൊണ്ട്, അവനെ ഒന്ന് തലോടിക്കൊണ്ട്, അവന്റെ കൈയൊന്ന് പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് കേൾക്കാൻ അല്പസമയം നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. അവന്റെ കണ്ണിൽ കാണുന്ന വെളിച്ചം നമുക്കൊരു പണം കൊടുത്താലും കിട്ടുന്നതല്ല. അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് മനുഷ്യത്വം എന്ന വിചാരം നമ്മളിലേക്ക് വരുള്ളൂ. നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല, അല്ലെ? പല വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ കാര്യത്തിനകത്ത് ഇടപെടാൻ കഴിയും. ഞാൻ എൻ്റെ പല അനുഭവങ്ങളുണ്ട്. പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരച്ഛന് ഞാൻ ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൈയുടെ നഖങ്ങളോ കാലിന്റെ നഖങ്ങളോ വെട്ടാറില്ല, വിട്ടുക. അപ്പൊ സ്വയമായിട്ട് രോഗിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു ബാധ്യതയാണ് എല്ലാവർക്കും. ഒരു 10 ദിവസം കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ളവരും അവസാനം ബാധ്യതയായി മാറുകയാണ്. അവിടെയാണ് നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മക്കൾ പോലും എന്ത് കഴിച്ചു എന്ന രണ്ടാമത്തെ ചോദ്യമില്ല. ചിലപ്പോൾ പേരിന് മകൻ ചോദിക്കും, അച്ഛോ കഴിച്ചോ, എന്താണ് കഴിച്ചത് എന്ന രണ്ടാമത്തെ ചോദ്യം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അനവധി അച്ഛനും അമ്മയും ഇന്ന് വീടിനകത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയും കഴിച്ചിരുന്നാ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി ഇതിന്റെ ചെല്ലുമ്പോൾ അച്ഛൻ ഭക്ഷണം കഴിക്കണില്ല. കാരണം എന്താ? ഭക്ഷണം കൊടുത്താൽ അച്ഛന്റെ മലം വീട്ടുകാർക്ക് കോരേണ്ടി വരും, തളർന്നു കിടക്കുക. അപ്പോ ഇത് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഭക്ഷണം കുറച്ചേ കഴിക്കാറുള്ളൂ. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പോകണ ദിവസം ഞാൻ എൻ്റെ കയ്യിൽ ഭക്ഷണം കരുതും. ആ ഭക്ഷണം ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് പഴത്തൊലി എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. പക്ഷെ പിന്നത്തെ ദിവസം ചെന്നപ്പോ എന്നോട് പറഞ്ഞു, മോൻ എനിക്ക് തരണ്ട കേട്ടോ. കാരണം എന്താ? അന്ന് വീട്ടിൽ നിന്ന് അടി കിട്ടി അദ്ദേഹത്തിന്. അങ്ങനത്തെ വീടുകളുണ്ട്. നമ്മുടെ വീടുകൾക്കകത്ത് മലം കോരണ്ടി വരുന്നത് കൊണ്ട് മാത്രമായി ഭക്ഷണം കൊടുക്കാത്ത കുടുംബങ്ങളുണ്ട്. പുറമെ നമ്മളോട് വലിയ വർത്തമാനമൊക്കെ പറയും, വലിയ അമ്പലത്തിലൊക്കെ പോകണ്ടാവും, വലിയ പള്ളിയിലൊക്കെ പോകണ്ടാവും. പക്ഷെ മനസ്സ് എന്നത് വലിയ പ്രശ്നമാണ്. നാളെയും ഞാനും ഇങ്ങനെയാകും എന്ന ചിന്തയില്ല. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ കണ്ട കാഴ്ച, ആ മകൻ
വീട് പണിതു, വലിയ വീടാണ്. അപ്പോ വീട് പണി നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരു വാടക വീട്ടിലാണ് വീട്. ഞാൻ ആ അമ്മയെ പോയി കാണാറുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞു, വീട് പണിയെല്ലാം കഴിഞ്ഞു. അവിടുത്തെ നാട്ടുകാരാകെ വിളിച്ച് പാർപ്പ് നടത്തി, വലിയ പാർപ്പൊക്കെ. ആൾക്കാർക്ക് എല്ലാം ഭക്ഷണം കൊടുത്തു, നല്ലതായിരുന്നു, നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്നു. അപ്പം അത് ചോദിച്ചു, അബ്ബിൻ്റെ പെട്ടെന്നാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടാണ് ചെല്ലാറ്. അന്ന് ഞങ്ങൾ ചെന്നത് അല്ലാതെ പോയതാ. അവിടെ വേറൊരു വീട്ടിൽ ചെന്നപ്പോ ജസ്റ്റ് അവിടെ കയറാം എന്നോർത്ത് പോയതാണ്. അവിടെ ചെന്നപ്പോ അമ്മയെ കാണാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മീൻ്റെ അമ്മ അപ്പുറത്തുണ്ട്. അല്ല, അമ്മ എവിടെ? അപ്പൊ ചോദിച്ചപ്പോ വലിയ വീട് പണിതു, അമ്മയെ കിടത്തിയത് തൊട്ടപ്പുറത്തൊരു ആട്ടുംകൂടുണ്ട്, ആട്ടുംകൂടിന്റെ ആ ചാർത്തിലാണ് അമ്മയെ കിടത്തിയിരുന്നത്. ഞാനപ്പോ തന്നെ പുറത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ ഞാൻ വേറൊരു കാഴ്ച കൂടി കണ്ടു. വലിയൊരു കലം എടുത്തു വെച്ചിരിക്കുകയാണ്. അമ്മ അപ്പുറം കിടക്കുന്നു, ഇപ്പുറത്ത് വലിയൊരു കലം. അപ്പൊ ഞാൻ ഇതെന്താ? അതെ, ഒച്ച കേൾക്കാൻ വേണ്ടി, പട്ടി എന്തെങ്കിലും വന്നാൽ ഒച്ച കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കലമാണെന്ന് ഓർത്തോളണം. അമ്മയെ കിടത്തിയിരിക്കുന്നത് പുറത്താണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ തന്നെ എന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന ആരെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അമ്മയാണ്, രണ്ടാമത്തെ ഉത്തരം അച്ഛനാണ്. വേറെ ആരും കണ്ടിട്ടില്ല. കാണുന്നതിന്, എന്റെ മുഖം കാണുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ചു തുടങ്ങിയ, എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയുമാണ്. അച്ഛനും അമ്മയുമാണ്. ആ അച്ഛനും അമ്മയെയുമാണ് എന്തിന്റെ പേരില്? രോഗിയായതുകൊണ്ട് അമ്മയുടെ മൂത്രത്തിന്റെ മണം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീടിനകത്ത് അമ്മയെ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് കിടത്തിയ മക്കളാണ് ഇന്ന് നാടിനകത്തുള്ളത്. അവിടെയാണ് മനുഷ്യത്വം എന്ന പ്രശ്നം വരുന്നത്. മറ്റുള്ളവരെ കേൾക്കാൻ, മറ്റുള്ളവരെ പരിചരിക്കാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. ഈ പരിപാടിയിൽ, ഈ യോഗവും അല്ലെങ്കിൽ ഇതുപോലുള്ള അമ്മയും അച്ഛന്മാരുമായുള്ള ഇടപെടലുകളെ എനിക്ക് കിട്ടുന്ന സന്തോഷം വലുതാണ് എന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ 4 വർഷക്കാലം വേണം എന്റെ സഹപ്രവർത്തകർ ഇരിക്കുന്നുണ്ട്. ആരോഗ്യ രംഗത്ത്, പാലിയേറ്റീവ് രംഗത്ത് ഉൾപ്പെടെ വെക്കാൻ കഴിഞ്ഞ പണം ചെറുതല്ല. അഭിമാനത്തോടുകൂടി ഇരിക്കുന്നു പറയാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം മാത്രം വെച്ചത് 60 ലക്ഷം രൂപയാണ് എന്ന് കൂടി കാണണം. 60 ലക്ഷം രൂപ പാലിയേറ്റീവ് രംഗത്തേക്ക് മാറ്റിവെക്കാൻ ഉണ്ടായത് അനുഭവത്തിന്റെ പുറത്താണ്. അനുഭവത്തിന്റെ പുറത്ത്. ആ അനുഭവം എന്ന് പറയുന്നത് ചില വീടുകൾക്കകത്തേക്ക് ചെല്ലുമ്പോ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാത്ത അനവധിയായ കുടുംബങ്ങളുണ്ട്. അനവധിയായ കുടുംബങ്ങൾ. ഞാനവിടെ ചെല്ലുമ്പോ നമ്മുടെ നോട്ടത്തിൽ കാണുന്നത് വലിയൊരു പെരയാണ്, വലിയൊരു പെര. പക്ഷെ അടിവാരമില്ല. കാരണം എന്താ? 19 വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന ഒരു കുടുംബം എങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഡയാലിസിസ് ചെയ്യുന്ന ഒരു കുടുംബം, ഒരു മാസം 22,000 രൂപ മരുന്ന് വാങ്ങേണ്ട ഒരു കുടുംബം, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിൽ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ തിരക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു പദ്ധതി, ഒപ്പം പദ്ധതി എന്ന രീതിയിൽ ഞങ്ങൾ ആരംഭിച്ചത്. ഒപ്പം പദ്ധതി 3 വർഷമായി. ഒപ്പം പദ്ധതി രൂപപ്പെടുത്തുമ്പോ ഒരു വീടിനകത്ത് തന്നെ 22,000 രൂപ വരെ മാസം മരുന്ന് കൊടുക്കാൻ ഞങ്ങൾ കഴിയുന്ന. അതിൽ പണം, ഇത് APL BPL ഞങ്ങൾ നോക്കിയില്ല. കാരണം എന്താ? രോഗമാണ് പ്രശ്നം. APL BPL നോക്കിയാൽ രോഗം വേറെയില്ല, എല്ലാവർക്കും വരും രോഗം. അതുകൊണ്ടാണ് ഒപ്പം പദ്ധതിയിലൂടെ 30 ലക്ഷം രൂപ മാറ്റിവെക്കുമ്പോ ഇന്ന് 179 പേർക്ക് മരുന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഒത്തിരി പേര് വേറെ ഉണ്ട്. ഇപ്പൊ ഈ സാമ്പത്തിക വർഷം എടുക്കുമ്പോ പണം പോരാ, എടുക്കേണ്ടി വരും. രണ്ടാമതോ, ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വീട്ടിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ടോ? പ്രായമൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇപ്പൊ കോവിഡ് കഴിഞ്ഞ ശേഷം പ്രായം ഒരു പ്രശ്നമല്ല. അവർ ചോദിക്കും ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ വെച്ചു 10 ലക്ഷം രൂപ. ഇപ്പൊ അതിന്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമ്മുടെ ഹോസ്പിറ്റലകത്ത് മൂത്തൂന്നത്തും ഏഴിക്കരയും നമുക്കിന്ന് വാങ്ങിവെക്കാനുള്ള പൈസ നമ്മൾ വെച്ചു. അതിപ്പോ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്, അതിവിടെ വരും. അടുത്തത് ഞങ്ങൾ ചെയ്തത്, ഇവിടുത്തെ ആശാ വർക്കർമാർ വീടുകളിൽ വരുന്നുണ്ട്. ഒരു ആശ 20 വീടെങ്കിലും ഒരു ദിവസം കയറണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ കയറുമ്പോ ആ വീടിനകത്തേക്ക് വരുമ്പോ അവരുടെ ജീവിതശൈലി രോഗം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അതിനുവേണ്ടി എന്താണെന്ന പ്ലാൻ ഞങ്ങൾ ആലോചിച്ചപ്പോ, കഴിഞ്ഞ വർഷം ഞങ്ങൾ ആലോചിച്ചത് എല്ലാ ആശാ വർക്കർമാർക്കും അവരുടെ കയ്യിലേക്ക് പ്രഷർ നോക്കുന്നതും ഷുഗർ നോക്കുന്ന മെഷീൻ വാങ്ങിച്ചു കൊടുക്കാന്നാണ്. അപ്പൊ അത് വാങ്ങാനെത്തിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, അത് വാങ്ങിയാൽ അതിന്റെ പ്രവർത്തനം ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ നമുക്ക് കളയേണ്ടി വരും.
അപ്പൊ ക്വാളിറ്റി ഉള്ളതും കൂടുതൽ മേന്മയുള്ളതും വാങ്ങണം എന്ന് പറഞ്ഞു. ശരി, നമുക്ക് അങ്ങനെ വാങ്ങാം. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോ ഈ പറവൂരിൽ 5 പഞ്ചായത്തിലായി 27 സബ് സെന്ററുകളുണ്ട്. ആ 27 സബ് സെന്ററുകളിലും ഓരോ മെഷീൻ 10,000-ന് മേലെ വില വരുന്ന പ്രഷർ നോക്കാൻ കഴിയുന്ന മെഷീൻ നമ്മളിപ്പോ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 15 ഇവിടെ വന്നിട്ടുണ്ട് ഓർഡർ ചെയ്ത്, ബാക്കി കൂടി വരും. ഞങ്ങൾ 1-ാം തീയതി അതിന്റെ ഉദ്ഘാടനം വെക്കാൻ ആലോചിച്ചു, പ്രസിഡന്റ് സമയം ഉണ്ടായില്ല, നമ്മൾ മാറ്റി വെച്ചാണ്. അങ്ങനെ വരുമ്പോഴോ നമ്മുടെ വീടുകൾക്കകത്തേക്ക് ഒരു സ്പർശമായി അതെത്തും. അത് നമ്മുടെ ആശാവർക്കർമാരിലൂടെ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ, സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള രോഗങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയും. കാരണം അതുമൊരു അനുഭവം. 20 വർഷമായി ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്ന ഒരമ്മ ആ 20 വർഷവും കഴിക്കുന്ന മരുന്നിന്റെ പേര് ഒന്ന് തന്നെയായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ല. നമ്മുടെ വീടുകളിലെ പലവരും രീതിയാണ്. പണ്ട് 20 വർഷം മുമ്പ് വാങ്ങിച്ച മരുന്നുണ്ടെങ്കിൽ ആ മരുന്നായി കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മാസാമാസം നമുക്ക് എന്ത് ചെയ്യണം? അളവ് നോക്കിക്കൊണ്ടിരിക്കണം, അതനുസരിച്ച് മാറ്റം വരുത്തണം. പക്ഷെ പലപ്പോഴും ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന്റെ ഒരു മെഷീൻ വാങ്ങി. ഇപ്പൊ ഞങ്ങൾ ഫെബ്രുവരി 1 ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വേറൊരു പദ്ധതിയുണ്ട്. അത് സഞ്ചരിക്കുന്ന ഫിസിയോതെറാപ്പി. നമ്മുടെ വീടുകൾക്കകത്ത് തളർന്നിരിക്കുന്നവരുണ്ട്, സ്ട്രോക്ക് വന്നിരിക്കുന്നവരുണ്ട്. അതുപോലുള്ള അച്ഛന്മാരുൾപ്പെടെയുള്ളവരെ നേരിട്ട് കണ്ടുകൊണ്ട് അവരെ പരിചരിക്കാൻ കഴിയുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളെ വീട്ടിലെത്തിക്കാൻ കഴിയുമോ? ഇപ്പൊ നമ്മൾ ഉദ്ഘാടനം ഈ വരുന്ന 1-ാം തീയതി. അങ്ങനെ ആരോഗ്യ രംഗത്ത് മനുഷ്യരെ കാണാൻ കഴിയുന്ന സംയുക്ത പ്രൊജക്ടുകൾ ഈ വർഷം ഞങ്ങൾ ഒന്നുകൂടി ഒരു ചുവട് കൂടി വെക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 30 എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്ന് ചോദിച്ചാൽ അത് വയോജനങ്ങളായിരിക്കും. പുതിയ കണക്കുകൾ. ഏറ്റവും കൂടുതൽ വയോജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കും? അവർക്കൊരിടം വേണം. അങ്ങനെ ഞങ്ങൾ അതിദാരിദ്ര്യത്തിന്റെ ഭാഗമായി പ്രസിഡന്റുമാരുൾപ്പെടെ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൂടി ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു. അതിദാരിദ്ര്യം എന്ന രീതിയിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വീട് കൊടുക്കണം, മരുന്ന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. മക്കൾ ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എങ്കിലോ അവരെ നമുക്ക് ഏറ്റെടുക്കാം. അവർക്ക് വീട് കൊടുക്കണ്ട, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയും, മരുന്ന് കൊടുക്കാൻ നമുക്ക് കഴിയും. അവരെ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരിടം 5 പഞ്ചായത്ത് കൂടി സംയുക്തമായ ഒരു പ്രൊജക്ട് വെച്ചാൽ അവരുടെ പരിചരണം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ഈ വർഷം ആലോചിക്കുക. അത് സംയുക്ത പ്രൊജക്ടിന്റെ ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രദേശത്തെ ഇതുപോലെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും കൂടി പഞ്ചായത്തുകളാകെ, ബ്ലോക്കും പഞ്ചായത്ത് കൂടി ഒരു ശ്രമം കൂടി ആരംഭിക്കുന്നു എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട്